ഹായ് ഹലോ. ഇതിപ്പോൾ കുറച്ചായില്ലേ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് കരുതിയേ. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ക്ലേ ആർട്ട് ചെയ്യാൻ വേണ്ടി പോകുക. അപ്പം ഞാൻ കുറേ ഇങ്ങനെ റെഫറൻസ് ഒക്കെ എടുത്ത് നോക്കി. അപ്പം നോക്കിയതിൽ എനിക്ക് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ട്രിങ്കറ്റാണ്. അപ്പം നമുക്കിന്നൊരു ട്രിങ്കറ്റ് ചെയ്ത് നോക്കാം. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ട് അതിന് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ബട്ട് അത് നല്ല വൃത്തിക്ക് അങ്ങോട്ട് ഫ്ലോപ്പായി കിട്ടി. എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ കണ്ട വീഡിയോയിലെല്ലാം ആൾക്കാർ ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ടാണ് ഇതിനെ പരത്തിയെടുക്കാൻ നോക്കുന്നത്. പക്ഷെ അവർക്കൊക്കെ കിട്ടുന്നുണ്ട്, എനിക്ക് എന്നാണാവോ കിട്ടാതെ. പിന്നെ ഞാനൊരു കണക്കിന് അട പരത്തുന്നതൊക്കെ മനസ്സിലങ്ങ് ധ്യാനിച്ചിട്ട് അങ്ങ് പരത്തിയെടുത്തു. കൈവച്ച് തന്നെ അങ്ങ് പരത്തിയെടുത്തു. പിന്നെ അതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ക്ലേ ആർട്ടിനുള്ള കുറച്ച് ടൂൾസ് ഒക്കെ ഞാൻ നേരത്തെ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയക്കൊക്കെ എടുത്ത് അങ്ങ് യൂസ് ചെയ്യുക. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച ക്ലേയുടെ അറ്റം ഭാഗം ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ സകല കഴിവുകളും എടുത്ത് ഇതിനെ ഒന്ന് ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെ കുശവത്തിയെ ഞാൻ ഉണർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഉണർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഇതുപോലൊക്കെ ആക്കി എടുക്കുക. ഇനി എൻ്റെ സംശയം ഇതെങ്ങാനും ഷീറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ളതാ. കാര്യം ഞാനൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഷീറ്റൊക്കെയാണ് എടുത്തേക്കുന്നത്. എന്നാലും ഉള്ളിൽ എന്തോ ഒരു ഇനി നമ്മൾ ഈ മൂലയ്ക്കൊരു ഫ്ലവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ പുച്ഛത്തോടെ വിചാരിക്കും ഇതൊക്കെയാണ് ഒരു ഫ്ലവർ എന്ന്. പക്ഷേ എനിക്കിത് ഫ്ലവറാണ്. അങ്ങനെ ഞാൻ എൻ്റെ ട്രിങ്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിങ്കറ്റ് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് പെയിന്റ് ചെയ്തെടുത്ത് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാവേ. ഒരു ക്രീമി കളറാട്ടോ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ക്രാക്കൊന്നും ഇല്ലാതെ ഉണങ്ങി കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിലും പെയിന്റ് അടിക്കാനുള്ള ആക്രാന്തത്തിലും ഞാൻ വൈറ്റ് ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഗോയ്സ്.
ഫ്ലവറിന് എന്തായാലും വൈറ്റ് ബേസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലവറിന് ഒരു ലാവൻഡർ ഷെയ്ഡും കൊടുത്തു. അതിന്റെ നടുക്ക് വരുന്ന ഭാഗത്തിന് ഒരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡുമാണ് കൊടുത്തത്. സത്യം പറയാലോ, ഈ ഫ്ലവർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതൊക്കെ ഒരു ഫ്ലവർ ആണോ. അങ്ങനെ പെയിന്റ് ഒക്കെ ഉണങ്ങി കിട്ടിയേ. ഇനി ഒന്ന് വാർണിഷ് കൂടെ ചെയ്ത് കൊടുക്കണം. വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഫെവിക്കോളിൽ കുറച്ച് വെള്ളമൊക്കെ കലർത്തിയിട്ട് അങ്ങ് വാർണിഷ് ചെയ്ത് കൊടുത്തു. ബ്രൗൺ ഷെയ്ഡ് നന്നായിട്ട് ഉണങ്ങാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പെയിന്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്തായിരുന്നേ. അപ്പോൾ ഇതാട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ എൻ്റെ ട്രിങ്കറ്റ്. ഇതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളോടൊന്ന് പറയണേ. പിന്നെ ഇങ്ങനത്തെ അലുക്കുലുക്ക് പരിപാടികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനലിനോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.